ഈ നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ മോദിക്കും ഒക്കെ സീറ്റ് നഷ്ടപ്പെടും. പിന്നെ പറയാൻ കഴിയുന്നത് രാജ്യത്തെ ജനങ്ങൾ മിണ്ടാതെ, ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട്, വായടയ്ക്കൂ പണിയെടുക്കൂ. eBay എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനിയിൽ കഴിഞ്ഞ ദിവസം അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുട്ടി ജോലി സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ കേന്ദ്ര മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്, അതായത് സമ്മർദ്ദം കുറയ്ക്കാൻ വീടുകളിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം, അതിന് ദൈവത്തെ ആശ്രയിച്ചാൽ മതി എന്നൊരു വിവാദ പ്രസ്താവനയാണ് നടത്തിയത്. എന്താണ് ആ വിഷയത്തിൽ എന്താണ് ടീച്ചർ പറയാൻ? അല്ല, അതൊക്കെ നമുക്കറിയാലോ. ഇപ്പോ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റുകൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി BJPയുടെ NDAയുടെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് തന്നെ കോർപ്പറേറ്റ് ടാക്സ് ഏറ്റവും കുറവുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇനി ഇപ്പൊ നോക്കിക്കോളൂ, അദാനിക്കും അംബാനിക്കും രാജ്യത്തിന്റെ എല്ലാ സ്വത്തുക്കളും പച്ചയായി എഴുതി കൊടുക്കുകയാണ്. പോർട്ടുകൾ, വിമാനത്താവളങ്ങൾ, സ്പെക്ട്രം, അതുപോലെ തന്നെ എന്ന് വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭൗതികമായിട്ടുള്ള ആസ്തികളും പ്രകൃതി വിഭവങ്ങളും ഒക്കെ തന്നെ ഇത്തരം ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരാണ് ഈ രാജ്യത്ത്, ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യം വിലക്ക് വാങ്ങാൻ പോലും അവർക്ക് അത്ര സാമ്പത്തികമായ ആസ്തി അവർക്ക് കൈവന്നിട്ടുണ്ട്. ആ ആസ്തികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വം വളരെ പങ്കുവഹിക്കുകയാണെന്ന് ഇന്ത്യ രാജ്യത്ത്. അതാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തു, ചങ്ങാത്ത മുതലാളിത്തം. കോർപ്പറേറ്റുകളും ഗവൺമെന്റും തമ്മിലുള്ള ചങ്ങാത്തമാണ്. ആ ചങ്ങാത്തത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ അങ്ങേയറ്റം ചൂഷണം ചെയ്യാൻ വേണ്ടി എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ, കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വളരെ തുച്ഛമായ കൂലിക്കാണ്, അല്ലെങ്കിൽ സാലറി എന്നൊന്നും പറയാനില്ല, സാലറിക്കാണ്. നമ്മളിപ്പോ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കൂലി എന്ന് പറയണില്ല, സാലറിക്കാണ് നമ്മുടെ കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അവര് നേടുന്ന ക്വാളിഫിക്കേഷൻ, ഇപ്പോ എഞ്ചിനീയറിംഗ് ഡിഗ്രി, ഈവൻ MBBS, അതുപോലെ തന്നെ MBBSുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇതര മേഖലകൾ, ഡെന്റൽ ആണെങ്കിലും പാരാമെഡിക്കൽ ആണെങ്കിലും, ഇവരൊക്കെ തന്നെ ജോലി ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത് വളരെ തുച്ഛമായ പ്രതിഫലത്തിനാണ്. ഇനി അവരുടെ വർക്കിംഗ് അവേഴ്സോ 12 മണിക്കൂറും 18 മണിക്കൂറും വരെയാണ്. ഇനി അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ കഴിയുമോ? അനുവദിക്കില്ല. എനിക്ക് തോന്നുന്നു 100 വർഷം മുമ്പ് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇതര മേഖലകൾ, നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഇതേ ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ തൊഴിലാളികൾ സംഘടിക്കുകയും വളരെ മൃഗീയമായ എന്താ പറയാ മർദ്ദനങ്ങളും തിരിച്ചടികളും ഒക്കെ ഈ ജന്മിമാരുടെയും മുതലാളിമാരുടെയും ഭാഗത്തു നിന്ന് ഈ തൊഴിലാളി വർഗം നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ ഒക്കെ നേരിട്ട് ചിലര് ജീവൻ കൊടുത്തിട്ടുണ്ട്, അംഗവൈകല്യം വന്നവരുണ്ട്, നിത്യരോഗികളായി മാറിയിട്ടുള്ളവരുണ്ട്. പക്ഷെ പിന്നീട് വന്ന സമൂഹത്തിന് അവർക്ക് ഒരു തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്കാരി എന്നുള്ള നിലയ്ക്ക് മാന്യമായ വേതനം ലഭിക്കാൻ, മാന്യമായ ഒരു തൊഴിലന്തരീക്ഷം ലഭിക്കാൻ, നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയുടെ ഒരു ന്യൂജൻ, അവരുടെ ഒരു തൊഴിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ചില കമ്പനികൾ, റയറായിട്ടുള്ള ചില കമ്പനികൾ അവർക്ക് IT മേഖലയിലൊക്കെ നല്ല റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. ഈ നല്ല റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ ജോലിക്ക് വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലോ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ കിട്ടുന്നതിന്റെ 10% പോലും കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഈ വലിയ തോതിൽ തൊഴിലില്ലായ്മ നേരിടുന്നു. രാജ്യം സ്വാതന്ത്ര്യാനന്തരം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തൊഴിലില്ലായ്മ 9% ഒക്കെ നേരിടുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഈ കിട്ടുന്നത് വലുതായിട്ട് നമ്മുടെ യൂത്തിന് തോന്നുകയാണ്, നമ്മുടെ പുതിയ ജനറേഷന് തോന്നുകയാണ്. അപ്പൊ ചിലതൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ തൊഴിൽ സമയം മറ്റു രാജ്യത്തെ, ഇപ്പൊ അമേരിക്കയിലെ കമ്പനിയാണെങ്കിൽ ആ സമയത്ത് ഉറക്കം നിന്ന് നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്നത്തെ ഒരു 50 വയസ്സ് വരെയും പ്രായമുള്ള ആളുകൾ അനുഭവിച്ച ഒരു തൊഴിൽ സാഹചര്യവും ആ തൊഴിലിന്റെ ഒരു സൗകര്യവും സേവന വേതന വ്യവസ്ഥകളും ഒന്നും തന്നെ ഒരു പുതിയ ജനറേഷൻ, അതായത് ഒരു 20, 28 അല്ലെങ്കിൽ 30 വയസ്സ് വരെ നിൽക്കുന്ന, അതിനിടയിൽ വരെ നിൽക്കുന്ന ഇന്ന് രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന യൂത്തിന് അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ജോലി ചെയ്യുന്നു. അവർ യഥാർത്ഥത്തിൽ ഒരു അടിമപ്പണിയാണ്. ഇത്ര മണിക്കൂർ ഒരു പ്രോജക്റ്റ് കൊടുക്കുകയാണ്, ഇത്ര മണിക്കൂർ ജോലി, അതിന്റെ കിട്ടുന്ന ഒരു പ്രതിഫലമാണെങ്കിൽ വളരെ തുച്ഛമായ പ്രതിഫലം. 12, 18 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട്
14,000 രൂപ മാസം, 15,000 രൂപ ഉം. വാങ്ങുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച MBBS ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല ഉൾപ്പെടെയുള്ള മേഖലയിൽ കുട്ടികൾ പണിയെടുത്ത് ചെയ്യുന്നുണ്ട്. വളരെ നിരാശരാണ്. എത്രയോ ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് അവർ ഈ കോഴ്സുകളൊക്കെ പാസ്സാകുന്നത്. എന്നിട്ടാണ് ഇവർക്ക് വളരെ തുച്ഛമായ വേതനം ലഭിക്കുന്നത്. യൂത്ത് വളരെയേറെ മാനസികമായ ആഘാതം നേരിടുന്ന ഒരു സാഹചര്യത്താണ് രാജ്യത്ത് ജീവിച്ചുകൊണ്ട് പോകുന്നത്. ടീച്ചറെ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതായത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ധനമന്ത്രി കൂടിയാണ്. എന്നാൽ ഇങ്ങനെ, അതായത് ഒത്തിരി കുട്ടികൾ, ഇപ്പൊ അന്നേനെ പോലെ നിരവധി പേര് ഇതുപോലെ ജോലി സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അതെ. അപ്പോഴും ഈ കേന്ദ്രമന്ത്രിയുടെ സ്വരം, അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ കോർപ്പറേറ്റുകളോട് മല്ലിടരുത്, അവർക്കെതിരെ ശബ്ദമുയർത്തരുത്, ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു പ്രതികരണത്തെ നമുക്ക് ഏത് രീതിയിലാണ് അത് കൂട്ടിവായിക്കാൻ പറ്റുക? അത് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയില്ല, അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷന് തൊട്ട് മുൻപ് ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമുണ്ട്, ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് ഇവര് ചോദിച്ച പണം കൊടുത്തവരാണ് കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത്. ആ കോർപ്പറേറ്റുകൾ ആണ് നമ്മുടെ യൂത്തിനെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ സ്കില്ലിനെ വളരെ കൃത്യമായി ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഗവൺമെന്റും ഈ കോർപ്പറേറ്റുകളും തമ്മിലുള്ള വലിയ ചങ്ങാത്തം, ആ ചങ്ങാത്തത്തിന്റെ ഭാഗമായി അവർ നേടിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ അടക്കം അതിനൊരു പ്രത്യുപകാരം എന്നല്ലാതെ ധനമന്ത്രിക്ക് വേറെ പറയാൻ പറ്റില്ല. പിന്നെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്. അല്ലെ, ജനങ്ങൾ അസംഘടിതരാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് പണമില്ല, ഈ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള ഒരു കൂട്ടായ്മയില്ല. ജനം വലിയൊരു ശക്തിയാണ്, പക്ഷേ ചിതറിക്കിടക്കുകയാണ്. രാജ്യം മുഴുവൻ ചിതറിക്കിടക്കണം. 104 കോടി 140 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോ ചിതറിക്കിടക്കുന്ന ജനമാണ്. നേരെ മറിച്ച് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന, രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തെയും വിഭവങ്ങളെയും ധനത്തെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വലിയ രാക്ഷസ ശക്തികളായി കോർപ്പറേറ്റുകൾ മാറിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ കോർപ്പറേറ്റുകൾക്കെതിരെ മിണ്ടിയാൽ ഈ നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ മോദിക്കും ഒക്കെ സീറ്റ് നഷ്ടപ്പെടും. പിന്നെ പറയാൻ കഴിയുന്നത് രാജ്യത്തെ ജനങ്ങൾ മിണ്ടാതെ, ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട്, വായടയ്ക്കൂ പണിയെടുക്കൂ. ഈ ഒരു തരത്തിലേക്കുള്ള ഒരു അടിമത്തത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പോകുന്നത്. പ്രതികരിച്ചേ മതിയാവും. എന്ത് വില കൊടുത്തും രാജ്യത്തെ ജനങ്ങളും യൂത്തും, അതായത് യാതൊരു സംഘടിത ശക്തിയുമല്ലാത്ത മേഖലകളിലും ഒക്കെ പണിയെടുക്കുന്നവർ പ്രതികരിക്കാതെ അവർക്കും ജീവിക്കാൻ കഴിയില്ല, ഇനി വരുന്ന തലമുറയ്ക്കും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കോർപ്പറേറ്റുകളുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി വർത്തമാനം പറയുന്നു, അവർക്ക് വേണ്ടി രാജ്യം, അവർക്ക് വേണ്ടി പോളിസികൾ ഉണ്ടാക്കുന്നു.